You are watching TV Next. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് നമ്മുടെ അജയൻ ചേട്ടൻ്റെ ഔറ എന്നൊരു ബ്യൂട്ടി പാർലർ ഇന്ന് ഓപ്പണാണ്. എന്ത് തോന്നി ഈ നിമിഷം? ഒരുപാട് സന്തോഷമുണ്ട്. അജയൻ ചേട്ടനെ ഒരുപാട് വർഷം മുമ്പേ അടുത്തറിയാവുന്നതാണ്. വളരെ അടുത്ത സൗഹൃദമാണ്. നമ്മുടെ വീട്ടിലൊരു മെമ്പറാണ് അല്ലേ, ഒരു അംഗം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു സംരംഭത്തിൽ നമുക്ക് ഭാഗമാവാൻ പറ്റിയതിൽ സന്തോഷം. നമ്മുടെ വീട്ടിലൊരു അംഗമാണ്. അതാണ് നമ്മുടെ ഒരു സ്ഥാപനം പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നജീബ് ഇപ്പോൾ വളരെ നല്ലൊരു പിന്നണി ഗായകനാണ്. നമ്മുടെ ഐഡിയൽ സ്റ്റാർ സിംഗറിലൂടെ വന്ന് ജനമനസ്സുകളെ കീഴടക്കിയ ഒരു വിന്നറാണ്. ഇദ്ദേഹത്തെ നമ്മുടെ ഈ ഒരു ഉദ്ഘാടന വേളയിൽ ക്ഷണിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഈ ഉദ്ഘാടന വേളയിൽ ക്ഷണിക്കുക എന്ന് പറയുമ്പോഴേ എന്റെ കൂടപ്പിറപ്പാണ്, എനിക്ക് ക്ഷണിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നേരത്തെ നജീബ് പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് ഒന്നും രണ്ടും അല്ല, സ്റ്റാർ സിംഗർ ആകുന്നതിന് മുമ്പുള്ള ബന്ധമാണ് വീടുമായിട്ട്. ഇപ്പൊ നമ്മളൊരു വീട് തന്നെയാണ്. നജീബ് ഇപ്പൊ എറണാകുളത്ത് സെറ്റിൽ ആയില്ലെങ്കിൽ മിക്കവാറും എല്ലാ വിശേഷങ്ങൾക്കും, പ്രത്യേകിച്ച് പെരുന്നാളിന് ഞാൻ നജീബിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ആ ഒരു ബന്ധമാണ്. അപ്പം ക്ഷണിക്കുക എന്റെ സ്ഥാപനം, നമ്മുടെ സ്ഥാപനമാണ്, എന്റെ അല്ല, നമ്മുടെ സ്ഥാപനത്തിൽ. പിന്നെ വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തിരക്ക് കാര്യങ്ങൾ, പിന്നെ ഇപ്പോഴത്തെ സീസൺ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഡേറ്റ് പറഞ്ഞു, അപ്പൊ നോക്കി അപ്പൊ ഡേറ്റില്ല, രണ്ടാമത് പുള്ളിയുടെ ഡേറ്റിന് ഞാൻ എടുത്താണ്. എന്റെ സഹോദരൻ എന്റെ ഫംഗ്ഷൻ ഉണ്ടാകുന്നത് എന്റെ സന്തോഷമാണ്, ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് ഇന്ന് അതിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഉമ്മ വന്നതാണ്. കാരണം ഉമ്മയെ സംബന്ധിച്ച് ഉമ്മയ്ക്ക് ശാരീരികമായിട്ട് വളരെ അസ്വസ്ഥതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനേക്കാൾ ഉപരി എനിക്ക് നജീബ് വന്നു, ഓക്കെ, അതിലുപരി ഉമ്മ വന്നത് വളരെയധികം സന്തോഷമാണ്. കാരണം അങ്ങനെയാണ് ഉമ്മ മക്കളെ എന്ന് വിളിച്ചാൽ തീരെ വിളിക്കില്ല, അതാണ് സത്യം. അത് അങ്ങനെയാണത്. അതുകൊണ്ടാണ് വളരെ സന്തോഷമായി. ഉദ്ഘാടനവേള വളരെ ഗംഭീരമാണ്. ഇനിയിപ്പോ ഗാനമേള നടക്കുന്നു. നമ്മുടെ നജീബ് ചേട്ടന്റെ ഗാനങ്ങൾ ഉണ്ടാവും. ഒന്ന് രണ്ട് പാട്ട് പാടിയിട്ട് പോകും. അപ്പൊ എന്തായാലും വളരെയധികം ആശംസകൾ ചേട്ടാ, വന്നതിന് എന്തായാലും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.